തീർച്ചയായിട്ടും നന്ദേട്ടാ, നമ്മുടെ സംഘം പിറന്ന മണ്ണിൽ നിന്ന് ജനൻ ടി വി സംഘം ഉണ്ട്. രാവിലെ മുതൽ നമ്മുടെ പരിപാടികളെല്ലാം ഒരു നാഗ്പൂരിൽ നിന്നാണ് നമ്മുടെ എല്ലാ പരിപാടികളും ചടങ്ങുകളൊക്കെ ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും നമ്മളൊരു 100 വർഷം പിന്നിടുകയാണ്. ആ ഒരു വേളയിൽ നമ്മളൊരു ആഘോഷത്തിനപ്പുറം നമ്മളൊരു തിരിഞ്ഞു നോട്ടമല്ലേ നമ്മൾ കാര്യങ്ങളിൽ നോക്കുമ്പോഴത്തേന്. സാധാരണ നിലയിൽ ഒരു സംഘടന 100 വർഷം തികയുമ്പോഴേക്കും അവർ വലിയ ആർഭാടമായിട്ടുള്ള യോഗങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നടത്തുന്നതാണ് പതിവ്. എന്തായാലും സംഘം അങ്ങനെയല്ല, വന്ന വഴിയിലേക്ക് ഒരു തിരനോട്ടമല്ലേ നമ്മളിക്കുറി നടത്തുന്നത്. എന്തായാലും തീർച്ചയായിട്ടും സംഘത്തിനെപ്പോഴും ഇതൊരു തിരിഞ്ഞുനോട്ടത്തിൻ്റെയോ ഉൾനോട്ടത്തിൻ്റെയോ സന്ദർഭമാണ്. സംഘം സാധാരണഗതിയിൽ വാർഷികങ്ങളോ ആനിവേഴ്സറികളോ ജൂബിലികളോ ആഘോഷിക്കാറേ ഇല്ല. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ അതിനൊരു വാർഷികാഘോഷം എന്നുള്ളതിനേക്കാൾ ഉപരി വാർഷികമായ ഒരു സെൽഫ് അനാലിസിസിൻ്റെ വസ്തുവായിട്ടാണ്, സമയമായിട്ടാണ് കാണാറ്. അങ്ങനെ കാണുമ്പോൾ ഈ 100 വർഷത്തെക്കുറിച്ചുള്ള ശരിയായ അർത്ഥത്തിലുള്ള ഒരു വിലയിരുത്തൽ, ഒരു ഇൻട്രോസ്പെക്ഷൻ, ഇതെല്ലാമാണ് ഇപ്പോൾ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘത്തിന് വേണമെങ്കിൽ ഈ ഒക്ടോബർ 2 വിജയദശമി സ്ഥാപന ദിനം ലോകത്തെ മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ആകർഷിക്കത്തക്കതോ അത്ഭുതപ്പെടുത്തുന്നതോ ആയ വലിയ പ്രകടനങ്ങൾ നടത്താമായിരുന്നു, ലക്ഷങ്ങളോ കോടികളോ ഒക്കെ പങ്കെടുക്കുന്നത്. അതിനു പകരം സംഘം നിശ്ചയിച്ചത് ഓരോ ശാഖാ തലത്തിലും പരിപാടി നടക്കണം, അല്ലെങ്കിൽ മണ്ഡല തലത്തിൽ പരിപാടി നടക്കണം എന്നാണ്. അതാണിപ്പോൾ നടക്കുന്നത്. പലർക്കും അത്ഭുതമാണ് ചെറിയ ചെറിയ പരിപാടികൾ എന്തുകൊണ്ട് നടക്കുന്നു എന്ന്. ഭാരതത്തിലൊട്ടാകെ ഏതാണ്ട് ആയിരക്കണക്കിനാണ് പരിപാടികൾ നടക്കുന്ന ഓരോ ലോക്കൽ തലങ്ങളിൽ. ഇത് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോ ഇടത്തും തുടങ്ങിയ ശാഖയെ ഒന്ന് ശക്തിപ്പെടുത്തുക, ആ ശാഖാ പ്രവർത്തകർ അവരെക്കുറിച്ച് ചിന്തിക്കുക. ഈ കാലമത്രയും നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞതെന്താണ്, ഇനി നേടേണ്ടത് എന്താണ് എന്ന വിലയിരുത്തലിൻ്റെ സന്ദർഭമാണ് സംഘത്തിന് ഈ 100-ാം വർഷവും. അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് കേരളത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ്, ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്താണ് നമ്മൾ ഈ ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് നമ്മൾ വളർന്നു നിൽക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഒരുപാട് പ്രവർത്തകരുടെ ജീവൻ പോലും അതിനുവേണ്ടി നമുക്ക് ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു വളർച്ച ഈ ഒരു 100-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു? സംഘം കേരളത്തിലും പ്രതിസന്ധികൾ ഒട്ടേറെ ഉണ്ടായിരുന്നു, പ്രാതികൂല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയേറെ പ്രതിസന്ധികൾ, എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രതിസന്ധികൾ ഏറ്റവും നേരിടേണ്ടി വന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എതിർപ്പുകളോ പ്രതിഷേധങ്ങളോ പ്രാതികൂല്യങ്ങളോ ഇല്ലാതെയല്ല ഭാരതത്തിൽ ഒരിടത്തും സംഘം വ്യാപിച്ചത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പല തലങ്ങളിലൂടെ, വിവിധ പ്രസ്ഥാനങ്ങളിലൂടെ, മതമൗലികവാദികളിൽ നിന്ന്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഒക്കെ എതിർപ്പ് ഒരുപോലെ നേരിട്ടുകൊണ്ടാണ് 942 മുതൽ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സംഘ സ്വയംസേവകന്മാർക്ക്, സംഘത്തിൻ്റെ പ്രചാരകന്മാർക്ക് യാത്രാ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച ഇടങ്ങളുണ്ട് കേരളത്തിൽ. കിടന്നുറങ്ങാൻ ഇടമില്ലാതെ, ചെന്ന് കയറാൻ വീടുകളില്ലാതെ, നേരത്ത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ, അങ്ങനെ കഷ്ടപ്പെട്ടാണ് ആദ്യകാലങ്ങളിലെ സംഘപ്രവർത്തകർ സംഘത്തെ വളർത്തിയിരുന്നത്. പലപ്പോഴും സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകന്മാർ കാര്യാലയങ്ങളൊന്നും ഇല്ല, അന്ന് സംഘത്തിന് ഓഫീസില്ല, കിടന്നുറങ്ങാൻ ഇടമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ പാർക്ക് ചെയ്തിട്ടുള്ള ഗുഡ്സ് ട്രെയിനിൽ പോലും അതിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കിടന്നുറങ്ങിയ എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ സംഘപ്രചാരകന്മാർക്കുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ എതിരാളികൾ അത്തരം ഇടങ്ങളെ മലീമസമാക്കുമായിരുന്നു. വെള്ളം ഒഴിച്ച് വൃത്തികേടാക്കുക, മലീമസമായ സാധനങ്ങൾ കൊണ്ടിടുക, ഇങ്ങനെ പോലും ദ്രോഹങ്ങൾ ചെയ്ത് സംഘത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും സംഘം അതിനെയെല്ലാം ജനാധിപത്യപരമായ സംഘടനാപരമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നേരിട്ടതും വളർന്നതും. അതുകൊണ്ട് തന്നെ സംഘത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് അങ്ങേയറ്റത്തെ ആത്മസംതൃപ്തിയാണ് ഇന്നത്തെ ഈ പ്രവർത്തനം. സംതൃപ്തി എന്ന് പറഞ്ഞു പ്രവർത്തനം തീർന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ നമ്മൾ ഒരു തരത്തിലും ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, മൂല്യങ്ങളെ തള്ളിപ്പറയാതെ ഉറച്ചു നിന്നുകൊണ്ട് ഒത്തുതീർപ്പുകളില്ലാത്ത സംഘടനാ ബലത്തിലൂടെ, സംഘടനാ നിഷ്ഠയിലൂടെ സംഘത്തെ ഇന്ന് വളർത്തി. കേരളത്തിലെ യാതൊരു സംശയവുമില്ല, ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആളുകൾ പോലും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഏറ്റവും പ്രബലമായ പ്രസ്ഥാനമായി അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി സംഘം മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ.
നമ്മൾ ഈ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ തന്നെ പരംവൈഭവത്തിലേക്ക് അഖണ്ഡ ഭാരതത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ഈ ഒരു അമൃത വർഷമുണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിൽ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? സംഘത്തിൻ്റെ ലക്ഷ്യം പ്രാർത്ഥനയിലൂടെ നിത്യേന സംഘ സ്വയം സേവകന്മാർ ശാഖയിൽ ചൊല്ലുന്ന പ്രാർത്ഥനയിലൂടെ നിരന്തരം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ പുനരർപ്പണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരം വൈഭവം നേതുമേ തത്സ്വരാഷ്ട്രം, ഈ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവം, അബ്സല്യൂട്ട് പ്രോഗ്രസ്, എല്ലാ തലത്തിലുമുള്ള പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ഭൗതികമായ അർത്ഥത്തിലും അതേപോലെ ആധ്യാത്മികമായ തലത്തിലും ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുക എന്നതാണ് സംഘത്തിൻ്റെ ലക്ഷ്യം. ഒരു പടിയാണ്, പുരോഗതിയുടെ ഒരു പടിയാണ് സത്യത്തിൽ ഈ അഖണ്ഡ ഭാരത സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതും സാധിക്കും. ഇന്നത്തെ നിലയിൽ നമ്മൾ ലോകത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസൊക്കെ വിലയിരുത്തുമ്പോൾ ഒരു വസ്തുത വളരെ വ്യക്തമാണ്. ഭാരതത്തിൽ നിന്ന് വേറിട്ടുപോയ ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ അന്ന് വേറിട്ടുപോയ പ്രദേശങ്ങളിൽ മുഴുവൻ തന്നെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഭാരതത്തോട് ചേരാനും ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ആഗ്രഹം വളർന്നു വരുന്നൊരു കാലഘട്ടമാണ്. പിന്നെ അഖണ്ഡഭാരതം എന്ന് പറയുമ്പോൾ അതൊരു മിലിറ്ററി അഗ്രഷനിലൂടെ അല്ലെങ്കിൽ പിടിച്ചു ചേർക്കലിൻ്റെ ഒരു പുതിയ കാലത്തിൻ്റെ ചില സംവിധാനങ്ങളുണ്ട്, ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന അതൊന്നുമല്ല സംഘം അഖണ്ഡ ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലത്തും രാഷ്ട്രമെന്ന സങ്കല്പത്തിന് സംഘം കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം അത് പൊളിറ്റിക്കൽ എന്നതിനേക്കാൾ ഉപരി സാംസ്കാരികമാണ്. അപ്പോൾ ഒരു സാംസ്കാരികമായ ഒത്തൊരുമ ആദ്യഘട്ടത്തിൽ രൂപപ്പെടുകയും അതിലൂടെ ഭാരതത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയും ഭാരതത്തിൻ്റെ ഖ്യാതി ലോകമെമ്പാടും വർദ്ധിക്കുകയും ഇന്ന് ഈ കാലത്ത് സാമ്പത്തികമായും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും ഒക്കെ രാഷ്ട്രം നേടുന്ന ഈ വളർച്ചയും മറ്റ് പ്രദേശങ്ങൾക്ക് ഭാരതത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനുള്ള പ്രേരണ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനും അപ്പുറത്തൊരു ലക്ഷ്യം കൂടിയുണ്ട് സംഘത്തിന്. സംഘം ശാഖ തുടങ്ങി സാമൂഹ്യ പരിവർത്തനം നടത്തി ഇന്നത്തെ ഭാരതത്തിൻ്റെ ഉള്ളിൽ വ്യവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാക്കി. അതിനപ്പുറം അഖണ്ഡ ഭാരതത്തിൻ്റെ സാക്ഷാത്കാരം, അതിനും അപ്പുറത്തൊരു വലിയ ലക്ഷ്യമുണ്ട് സംഘത്തിന്. അത് ലോകത്തോട് ചെയ്യാനുള്ള ഒരു വലിയ കർത്തവ്യം ഭാരതത്തിനുണ്ട്. സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്നത് പോലെ സ്പിരിച്വലൈസേഷൻ ഓഫ് ദ ഹോൾ വേൾഡ്, അത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, ആ അവസ്ഥയ്ക്ക് ലോകഗുരുവെന്നോ ലോകമിത്രമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, ആ കർത്തവ്യ നിർവഹണത്തിന് പ്രാപ്തി ഉണ്ടാക്കുക എന്നതാണ് സംഘത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ മാർഗത്തിലൂടെ സംഘം മുന്നോട്ട് പോവുകയാണ്. അതായത് നന്ദേട്ടൻ പറഞ്ഞ പോലെ തന്നെ ലോകത്തിന് വഴികാട്ടുന്ന ഒരു പ്രേരക ശക്തിയായിട്ട് ഭാരതത്തെ വളർത്തിയെടുക്കുക എന്ന് തന്നെയാണ് സംഘം ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് സംഘത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യകാല പ്രചാരകനായിരുന്ന ഒരു ദാദാറാവ് പരമാർത്ഥ് എന്ന് പറയുന്ന പ്രചാരകനുണ്ടായിരുന്നു. നാഗപൂരുകാരനാണ്. സംഘത്തിൻ്റെ പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി സംഘത്തിൻ്റെ പ്രചാരക പ്രവൃത്തി ഏറ്റെടുത്ത് ദക്ഷിണ ഭാഗത്തേക്ക്, ഭാരതത്തിൻ്റെ തെക്കൻ ഭാഗത്തേക്ക് വന്ന ആളാണ്. അദ്ദേഹത്തോട് ഒരിക്കലൊരു പരിപാടിയിൽ വെച്ച് ചോദിച്ചു ഒരു വ്യക്തി, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെക്കുറിച്ച് വളരെ ദീർഘമായി അങ്ങ് സംസാരിക്കുന്നുണ്ട്, ഒരു വരിയിലൊന്ന് വിശദീകരിക്കാമോ എന്ന്. അന്ന് അദ്ദേഹം കവിത പോലെ സുന്ദരമായൊരു വരിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. RSS ഈസ് ആൻ എവല്യൂഷൻ ഓഫ് ദ ലൈഫ് മിഷൻ ഓഫ് ദ ഇന്തോനേഷ്യ. ഈ ഹിന്ദുസ്ഥാനത്തിൻ്റെ, ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ജീവിത ദൗത്യ നിർവഹണത്തിനായുള്ള യാത്രയിൽ സംഭവിച്ച ഒരു ജൈവ പരിണാമമാണ്. രാഷ്ട്രത്തിന് സംഭവിച്ച പരിണാമമാണ്. രാഷ്ട്രത്തിനൊരു ലക്ഷ്യമുണ്ട്, അത് കൃണ്വന്തോ വിശ്വമാര്യം. അത് നമ്മുടെ ആചാര്യന്മാരൊക്കെ വേദത്തിലായാലും പുരാണങ്ങളിലായാലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. കൃണ്വന്തോ വിശ്വമാര്യം, ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കുക. നമ്മുടെ ലക്ഷ്യം സർവേപി സുഖന സന്തു, ഭാരതീയർ സുഖമായിരിക്കണമെന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ ലക്ഷ്യം ലോകം മുഴുവൻ സുഖമായിരിക്കണമെന്നാണ്, ആർക്കും രോഗം വരാതിരിക്കണമെന്നാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചില ക്ഷീണങ്ങൾ സംഭവിക്കും, പല കാരണങ്ങളെ കൊണ്ട്. ഈ സമീപകാലത്തെ ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, സമീപകാലം എന്ന് പറയുമ്പോൾ 1000-1500 വർഷത്തെ ചരിത്രം ഞാൻ പറയുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു രാഷ്ട്രത്തിന് 1000 വർഷം എന്ന് പറഞ്ഞാൽ പുതിയ കാലമാണ്. അപ്പോൾ ഈ ആധുനിക കാലത്ത് ഭാരതത്തിന് സംഭവിച്ച ക്ഷീണം, നിരന്തര ആക്രമണം, പിന്നീട് ദീർഘകാലത്തേക്കുള്ള കൊളോണിയൽ വാഴ്ച, ഇതിൻ്റെ എല്ലാം ഫലമായി ക്ഷീണിതമായി പോയ
ഭാരതം ദൗത്യനിർവഹണത്തിൻ്റെ പ്രാപ്തി കുറഞ്ഞുപോയ കാലഘട്ടത്തിൽ ഭാരതം തന്നെ സൃഷ്ടിച്ച, അതായത് ആ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഭാരതം തന്നെ സൃഷ്ടിച്ച ഉള്ളിൽ നിന്നുള്ള അദമ്യമായ ചോദനയിൽ നിന്ന് ഉണ്ടായ ഒന്നാണ് RSS എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പരംപൂജനീയ ഗുരുജിയുടെ ലോകപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഗ്രന്ഥമുണ്ട്, ബഡ്ജ് ഓഫ് തോട്ട്സ്. ഹിന്ദിയിൽ വിചാര നവനീത്, മലയാളത്തിൽ വിചാരധാര എന്നൊക്കെ പറയുന്ന ആ ഗ്രന്ഥം, സാഹിത്യ സർവസ്വത്തിൻ്റെ 8ാം ഭാഗം. അതിൻ്റെ ആദ്യ ലേഖനം തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ദൗത്യം നമ്മുടെ ആഗോള ദൗത്യം എന്ന് പറഞ്ഞിട്ടാണ്. വി ഹാവ് ഗോട്ട് എ മിഷൻ ടു അക്കംപ്ലിഷ്, ദാറ്റ് ഈസ് എ ഗ്ലോബൽ മിഷൻ. ഒരു ലോകവീക്ഷണമാണ്, ലോക ദൗത്യമാണ് നമുക്കുള്ളത്. അതാണ് ഭാരതത്തിൻ്റെ പിറവിക്ക് കാരണമെന്ന് എല്ലാ മഹത്തുക്കളും, ഭാരതത്തെ സ്നേഹിച്ച വിവേകാനന്ദ സ്വാമികളാണെങ്കിലും മഹർഷി അരവിന്ദനാണെങ്കിലും എല്ലാവരും ഒരുപോലെ പറഞ്ഞത് അതാണ് ഭാരതത്തിൻ്റെ ദൗത്യം. ആ ദൗത്യ നിർവഹണത്തിന് ഭാരതത്തെ പ്രാപ്തമാക്കാനാണ് സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 100ാം വാർഷികം അല്ലെ 100ാം വർഷത്തിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മുടെ സ്വയം സേവകർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെ അവർക്ക് പകർന്നു നൽകാനായിട്ടുള്ളൊരു ഉപദേശം എന്താണ് അവസരം? അത് ഓരോ സ്വയം സേവകനും ശാഖയിൽ വന്ന സമയം മുതലേ ബോധ്യമുള്ള വസ്തുതയാണ്. സംഘത്തിൽ ചേർന്നത് തന്നെ ഒരു മഹത്തരമായ ലക്ഷ്യപൂർത്തിക്കാണ്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള ഒരേ ഒരു മാർഗം ഹിന്ദു സമൂഹത്തിൽ സംഘടനാബോധം വളർത്തുക, ഹിന്ദു സമൂഹത്തിലെ സാധാരണ വ്യക്തികളിൽ രാഷ്ട്രാവബോധത്തെ ഉയർത്തുക, അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ ഗുണം സ്വയം ഉള്ളിൽ വളർത്തുക, വ്യക്തി നിർമ്മാണം. ആ വ്യക്തി നിർമ്മാണ പ്രക്രിയ നടക്കുന്ന ശാഖയിൽ കൂടുതൽ നിഷ്ഠാവാന്മാരായി പ്രവർത്തിക്കുക. കാരണം ഇക്കാലം അത്രയും കൊണ്ട് സംഘം അത് തെളിയിച്ചു. അത് പരീക്ഷണത്തിനും നിരീക്ഷണത്തിനും ഒക്കെ വിധേയമാക്കപ്പെട്ട ഒരു പദ്ധതിയാണ് സംഘത്തിൻ്റെത്. നിത്യശാഖ എന്ന് പറയുന്നത്, നിത്യേന 1 മണിക്കൂർ. ഈ കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു ഇൻ്റർവ്യൂവിൽ എന്നോട് ആ പത്രലേഖകൻ ചോദിച്ചൊരു ചോദ്യം, സംഘത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന്. ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിതാണെന്നോ കാശ്മീരിൽ 370-ാം വകുപ്പ് മാറ്റപ്പെട്ടതാണെന്നോ ഒക്കെ ആയിരിക്കും എൻ്റെ ഉത്തരമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഏതൊരു സംഘ കാര്യകർത്താവ് തന്നെ, ഞാനെന്നല്ല, ഏതൊരു കാര്യകർത്താവും പറയുന്ന ഉത്തരം, സംഘത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം 100 വർഷം മുമ്പ് ഏതൊരു ചിട്ടയോടുകൂടി ശാഖാ പ്രവർത്തനം ആരംഭിച്ചോ ഇന്നും ഓരോ ഗ്രാമത്തിലും ആ പ്രവർത്തനം നിത്യേന ഒരുമിച്ച് കൂടുക, ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ കാര്യക്രമങ്ങളിലൂടെ ആ 1 മണിക്കൂർ ഒരുമിച്ച് ചെലവഴിക്കുക എന്ന ആ ശാഖ എന്ന സമാനതകളില്ലാത്ത കാര്യപദ്ധതി. മറ്റെവിടെയും അതിനൊരു സമാനത കാണാനില്ല. മുൻകാലങ്ങളിലും ആരും പറഞ്ഞ് നമുക്ക് അറിയില്ല ഇത്തരമൊരു പദ്ധതി. ആ ശാഖയാണ് സംഘത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം, ശാഖയാണ് സംഘത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, ശാഖയാണ് സംഘത്തിൻ്റെ സൗന്ദര്യം. അതിനെ അതിൻ്റെ പരിപൂർണതയിൽ പരിശുദ്ധിയിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ ഓരോ സ്വയം സേവകനും, അവൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവനായാലും, ചിലപ്പോൾ അയാൾ വിദ്യാർത്ഥി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിരിക്കും, വ്യാവസായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിരിക്കും, ഇനി രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വയം സേവകരായാലും, അവർ ഓരോരുത്തരും വീണ്ടും ഓർക്കേണ്ടത്, നമ്മളാക്കിയത്, നമ്മളെ ഈ നിലയിലേക്ക് വളർത്തിയത്, ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി സംഘം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം ആ നിത്യശാഖയാണ്. അതാണ് നമ്മുടെ നേട്ടം, അതാണ് നമ്മുടെ ശക്തി. അതിനെ നിലനിർത്തുക.